ഹായ് ഫ്രണ്ട്സ്, ചിരുളി വീഡിയോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താ അറിയോ, എല്ലാവർക്കും അറിയില്ലേ, കത്തിയാട്ടോ. അപ്പോൾ ഈ ഒരു കത്തി പറഞ്ഞാൽ ഒരു പഴയൊരു കത്തിയായിരുന്നു, ഞങ്ങൾ ഉപയോഗിക്കാത്തൊരു കത്തിയായിരുന്നു. അപ്പോൾ ഒരു കല്ല് വെച്ചിട്ട് കത്തി എങ്ങനെ മൂർച്ച വെപ്പിക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിക്കാത്തൊരു കത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ എടുത്ത് ജസ്റ്റ് ഒന്ന് മൂർച്ചാക്കി നോക്കി. ഇനി ഒന്നും കൂടി ഇത് മൂർച്ചാകാണ്ട്, ഇപ്പോൾ തന്നെ ഇതാ ജസ്റ്റ് ഒന്ന് മൂർച്ച ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ കത്തിയും തീരെ മുറിച്ചില്ല, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയാണ്, മുറിച്ചും കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കത്തികളും ഞാൻ നല്ല അടിപൊളി കത്തികളാക്കി മാറ്റിത്തരാം. അപ്പോൾ നമുക്ക് അവിടെ ഒരു കല്ലുണ്ട്, അപ്പോൾ ആദ്യം ആ കല്ലെടുക്കാൻ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ അവിടെ കല്ലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത ഉള്ള കല്ല് ഇതാക്കണം. ഇതാണ് വെള്ളാരം കല്ല്. വെള്ളാരം കല്ല് എന്നാണ് ഈ കല്ലിന് പറയുക. എല്ലായിടത്തും വെള്ളാരം കല്ല് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയല്ല, വേറെ എന്തെങ്കിലും പേര് ഈ കല്ലിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കല്ലെടുത്താലോ. അപ്പോൾ ഈ കത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കല്ലെടുക്കുന്നത്. ഉണ്ടോ? അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇവിടെ ഒരു കല്ലും കൂടി ഉണ്ട് കേട്ടോ. ഇതാ, അപ്പോൾ നമുക്ക് ഇതാ രണ്ട് വെള്ളാരം കല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, വെള്ളാരം കല്ല് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ, ഇത് നല്ലോണം പൊടിച്ചെടുക്കണം. അപ്പോൾ ആ പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ എന്താ അറിയോ, നല്ലോണം തെറിക്കും, നമ്മളെ കണ്ണിക്കും ഒക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട്, കല്ലല്ലേ. അപ്പോൾ അതിനൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഐഡിയ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ കുറച്ച് ചകിരി എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ കല്ലിന് അതേപോലെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇനി നമ്മളിത് നല്ലപോലെ ഇടിക്കുക കേട്ടോ. അപ്പോൾ ഇടിക്കുമ്പോൾ മേലേക്ക് തെറിക്കുമല്ലോ. ഇടിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു അമ്മി, ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്തൊരു അമ്മിയാണേ. അപ്പോൾ ആ അമ്മിയോ അതേപോലത്തെ എന്തെങ്കിലും ഒരു കല്ലൊക്കെ എടുത്തിട്ട് ഇടിക്കണം നമ്മൾ കേട്ടോ. പിടിക്കാൻ തുടങ്ങുകയാണേ. നമുക്കതൊന്ന് എടുത്ത് നോക്കല്ലേ. അപ്പോൾ അതാ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വലുത് അവിടെ നിന്ന് മാറ്റിയേക്കട്ടെ നമുക്ക്. ഇത്ര എടുത്തിട്ട് ഒന്നും കൂടി അതുപോലെ തന്നെ പൊടിക്കുക. അങ്ങനെ കുറേ സമയം ഇടിക്കണം കേട്ടോ, നല്ല നൈസായിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞിട്ടണം നമുക്ക് ഈ ഒരു കല്ല്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടും ഒന്ന് കൂട്ടി കൊടുത്തിട്ടൊക്കെ ഇടിച്ചിടിച്ച് നൈസാക്കണം. നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ഒരു വിധമൊക്കെ പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഇതിലുള്ള ഈ ചകിരീൻ്റെ സംഭവങ്ങളൊക്കെ എടുത്ത് കളയണം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം പൊടി. അപ്പോൾ അതാ കണ്ടില്ലേ, പൊടി നല്ല നൈസായിട്ടുണ്ട്. ഇത് കയ്യിനൊക്കെ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ചിലപ്പോൾ കയ്യിനൊക്കെ മുറിയാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്താ പറയുകയുള്ളത് വെച്ചാൽ, പണ്ട് കാലത്ത് ഇതേപോലെ ചെയ്തിരുന്നു. എൻ്റെ അച്ഛനൊക്കെ ചെയ്തൊരു ഓർമ്മയാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, തൊടിയിലൊക്കെ പോയിട്ട് വെള്ളാരങ്ങളിലൊക്കെ പെറുക്കി കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ അമ്മിയിലൊക്കെ വെച്ച് ഇടിച്ചിട്ട് കത്തി, പിന്നെ പുതിയ കത്തി വാങ്ങുമല്ലോ, വാങ്ങിയതിന് ശേഷം അതിൻ്റെ മൂർച്ചയൊക്കെ പോയതിന് ശേഷം അച്ഛൻ ഇതേപോലെ ഇങ്ങനെ വെള്ളാരങ്കല്ല് പൊടിച്ചിട്ട് അതൊരു കല്ലുമ്മിൽ വെച്ച് ഇങ്ങനെ ചെയ്യണതാണ് ഞാൻ ആ ഒരു ഓർക്കുകയാണ് കേട്ടോ. ഞാൻ അന്നത്തെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണേ. അപ്പോൾ അതേ രീതിക്കാണ് നമ്മൾ ഈ കത്തി മൂർച്ച കിട്ടാൻ പോണേ. അപ്പോൾ എന്നാൽ ഇനി കത്തി മൂർച്ചിടാൻ തുടങ്ങല്ലേ. നമുക്ക് ഇനി പൊടി എടുക്കല്ലേ. അപ്പോൾ അത് അതേപോലെ കുറച്ച് എടുക്കട്ടെ നമുക്ക്. ഇപ്പോൾ കത്തിയൊക്കെ മുറിച്ചും കൂട്ടാനുള്ള പൊടിയൊക്കെ നമ്മളെടുത്ത് റെഡിയല്ലേ. പക്ഷേ നമുക്ക് എന്താ വേണ്ട അറിയാം, അതേപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു പലക കഷ്ണമാണ് കേട്ടോ. കുറച്ച് വീതിയുള്ളതോ എങ്ങനത്തെങ്കിലും ഒരു കത്തിക്ക് നിൽക്കാൻ രീതിയിലുള്ളൊരു പലക കഷ്ണമാണ്. പലക തന്നെ വേണം കേട്ടോ, മരത്തിൻ്റെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ചെയ്യുക. ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അത് സെറ്റായി. നമ്മൾ കത്തി എടുത്തിട്ട് മുറിച്ചും കൂട്ടാം. അപ്പോൾ അതാ ഞാൻ ഇൻട്രോയിൽ കാണിച്ചെന്നാൽ കത്തിയാട്ടത്. ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാമല്ലോ, വളരെ ശോചനീയമാണ് അല്ലേ. ആകെ പൊട്ടി പാളീസായിട്ടുള്ള കത്തിയാട്ടോ. അത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഉപയോഗിക്കാതെ കളഞ്ഞതേന്നു, പിന്നെ മൂർച്ചം കൂട്ടിയതും ഇല്ല. അപ്പോൾ ഇന്ന് രാവിലെ തോന്നിയൊരു ബുദ്ധിയാണ്, ഇത് എങ്ങനെയെങ്കിലും മൂർച്ചം കൂട്ടി നമുക്ക് എടുക്കണം. കാരണം കത്തിയല്ലേ, നല്ല ഉപയോഗിക്കാമല്ലോ, നമുക്ക് വിറക് വെട്ടാനൊക്കെ ഉപയോഗിച്ചൂടെ, നല്ലൊരു കത്തിയാണ്, അധികം കനയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കല്ലേ, അങ്ങനെ മൂർച്ചം കൂട്ടി വെക്കാം. നമുക്ക് നമ്മളെ പരിപാടി ചെയ്യാൻ പോവാണ്. ഞാനിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കത്തി നിങ്ങൾ കണ്ടാങ്ങളെന്ന് ഞെട്ടിപ്പോവും. നോക്കിക്കോളി. റെഡി, 1 2 3. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ സമയത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ഞാനിതാ കത്തി ഏകദേശം ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തെ കാണിച്ചു തന്നതും ഇപ്പോൾ കാണിച്ചു തന്നതും കണ്ടിട്ട് തന്നെ മാറ്റം തോന്നണില്ലേ. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് റെഡിയാക്കാണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് ഇതാൻ്റെ കൈ മുറിയായിട്ടുണ്ട്. അപ്പോൾ ചെയ്യണമല്ലോ നല്ലോണം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുക. ഞാൻ ആവേശം മുത്താണ്ട് ഇങ്ങോട്ട് ചെയ്തതാണ്. അതിൽ കൈയാണ് പാളിപ്പോയി, കത്തിയാണെന്നൊന്നും ചെയ്തതിൻ്റെ കൈമിൽ ആ കല്ല് മുറിഞ്ഞും ചെയ്ത്. അപ്പോൾ കുറച്ചും കൂടി ചെയ്യട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളെ പരിപാടി വിജയിച്ചിട്ടോ. ഈ കത്തി ഇത് അടിപൊളിയാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കുറച്ച് നേരത്തെ പരിശ്രമം, എന്നാലും എന്താ കത്തി അടിപൊളിയായില്ലേ. അപ്പോൾ ഫസ്റ്റത്തെ കത്തി നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ചെയ്യാൻ പോണത് ആ ചെറിയൊരു കത്തി കേട്ടോ. ഞാൻ അങ്ങനെ കത്തി മുറിച്ചാക്കണപ്പോൾ ഇടത്തേം എടുത്ത് കൊണ്ട് തന്നതാണ്. എന്താ സുഖമല്ലേ, ഞാൻ അങ്ങനെ കത്തി മുറിച്ചാക്കി എടുത്ത് എനിക്ക് ഇങ്ങനെ നല്ല സുഖമായിട്ട് ഇങ്ങനെ അരിയാലോ അല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇതും കൂടി ഒന്ന് മുറിച്ചാക്കട്ടോ. ഓ കണ്ടില്ലേ, ഈ ഒരു ഭാഗം, നമുക്ക് ഈ ഒരു ഭാഗം കൂടി കേട്ടോ. ഇതാ ഇത് കണ്ടില്ലേ, ഈ ഒരു കത്തി നേരത്തെ ആ കത്തീനെ കാട്ടിലും അടിപൊളിയായത്. നേരത്തെ കത്തി ഞാൻ പറഞ്ഞല്ലോ അത്രയും പഴയ കത്തിയാണ്. ഈ ഒരു കത്തി ഉണ്ടല്ലേ, എന്താല്ലേ, മായമല്ല മന്ത്രമല്ല, അടിപൊളി. ഇനി ഒരു കത്തിയും കൂടി ഉണ്ട്, അതും കൂടി ചെയ്യാം. ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു കത്തിയാണിത്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അരിവാകത്തില്ലേ, ആ അരിവാകത്തി കേട് വന്ന് വലിച്ചെറിഞ്ഞതിന് ശേഷം ഏട്ടൻ വാങ്ങിയ കത്തിയാട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാം. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ പൊടി ഇടുക, എന്നിട്ട് നമ്മളെ പരിപാടി ചെയ്യാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ കാണിച്ചെന്നില്ല എൻ്റെ കൈയിൻ്റെ മുറിവ് അതുണ്ടാവാം ഇതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം കുട്ടികളൊന്നും എന്തായാലും ഇത് അനുകരിക്കരുത്. പിന്നെ പ്രധാനപ്പെട്ടത് ഒരു വ്യായാമം കൂടിയാവും വീട്ടമ്മമാർക്കൊക്കെ. ഇങ്ങനെ ചെയ്യല്ലേ, ഒരു പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കല്ലേ വീട്ടിൽ എല്ലാവരും. അപ്പോൾ കത്തിയൊക്കെ എടുത്ത് ഒന്ന് മൂർച്ചം കൂട്ടിയിട്ട് തടിയൊക്കെ ഒന്ന് അനങ്ങട്ടല്ലേ എല്ലാവർക്കും. അപ്പോൾ കുട്ടികൾ ചെയ്യരുത്, അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള. കൈ മുറിയാവും. കാരണം ഒന്ന് കത്തിയാണ്, മറ്റത് വെള്ളാരം കല്ലാണ്, പൊടി മുറിയാവാൻ സാധ്യത കൂടുതലുള്ള സാധനങ്ങളാണ് രണ്ടും. അങ്ങനെ നമ്മളെ വലിയ വെട്ടുകത്തി നമ്മൾ അടിപൊളിയായിട്ട് മൂർച്ച ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മൂർച്ചയാണേ. അപ്പം ഇതൊക്കെ ഒന്ന് നല്ലപോലെ കഴുകി ഞാൻ കാണിച്ചു തരാം, 3 കത്തി ഒരുമിച്ച്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാക്കണം, നമ്മളെ 3 കത്തി അടിപൊളിയാക്കിയിട്ട് ഞാൻ മൂർച്ച കൂട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഈ ഒരു കത്തീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓർമ്മകളുള്ള കത്തിയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇത് അച്ഛൻ്റെ കത്തിയായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ അന്ന് ഉപയോഗിച്ചിരുന്ന കത്തിയായിരുന്നു. അന്ന് ഇതിനൊരു മരത്തിൻ്റെ പിടിയാന്ന് ഇട്ടുണ്ടായിരുന്നേ. ആ മരത്തിൻ്റെ പിടി പൊട്ടിയതിന് ശേഷം അച്ഛനെ കൊണ്ടുപോയിങ്ങാണ്ട് ഉണ്ടോ ഈ ഇരുമ്പിൻ്റെ പിടിയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നതാണേ. പിന്നെ ഞങ്ങൾ ഇത് എടുത്തിട്ട് അച്ഛയ്ക്ക് ഭയങ്കര ചീത്ത അറിയും കേട്ടോ. അച്ഛൻ്റെ കത്തിയൊക്കെ എടുത്ത് കൊണ്ടുപോയാലും ഞങ്ങൾ ചീത്തയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ ചെത്താനൊക്കെ വേണ്ടിയൊക്കെ അന്നൊക്കെ എടുത്ത് തേങ്ങയൊക്കെ പൊളിക്കാനൊക്കെ എടുത്തായിരുന്നു. അച്ഛ വരുന്നത് നോക്കിയിട്ട് വേഗം അവിടെ കൊണ്ടുപോയേക്കും. അങ്ങനത്തെയൊക്കെ നല്ലൊരു ഓർമ്മകൾ തന്നൊരു കത്തിയാണ്. അച്ഛൻ നിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് അച്ഛനെ ഓർക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചീരുള്ളി മീഡിയ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ഒരു ടാറ്റാ ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ മത്തനിൽ ചിക്കൻ ഉണ്ടാക്കിയ ആ ഒരു സ്ഥലമാണ് കേട്ടോ അത് പറഞ്ഞ ഓർമ്മല്ലേ. ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലും മുകളിൽ ക്ലിക്ക് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ കാടൊക്കെ പിടിച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വെട്ടി വെക്കാം നമ്മളെ അടിപൊളി കത്തിയുണ്ട്. ഏതാ മൂർച്ചല്ലേ കത്തിൻ്റെ. മനു മാറിക്കാള അവിടുന്ന് കാല് പോവും. നമ്മളെ ഊഞ്ഞാലുണ്ട് കേട്ടോ അവിടെ. ആ ഊഞ്ഞാലിൻ്റെ അടുത്തും കൂടി ഒന്ന് വൃത്തിയാക്കാം. അത് നമുക്ക് ഇനി മറ്റേ കത്തി കൊണ്ട് വൃത്തിയാക്കാം. ഈ കത്തി നല്ല മുറിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോരുണ്ട് ഇതൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ചൊക്കെ വെട്ടിയിട്ടുള്ളൂ കേട്ടോ. അത് കുട്ടികൾ ഊഞ്ഞാലാടാൻ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ഈ ഒരു വഴി മാത്രമേ ഞാൻ റെഡിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ഊഞ്ഞാലാടാൻ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നതാണേ. അപ്പോൾ എന്തെങ്കിലും ജന്തുക്കളൊന്നും ഉണ്ടാവണ്ടല്ലോ അവിടെ. അപ്പോൾ ഈ കത്തി കിടക്കട്ടെ. ഞാൻ നല്ലോണം കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലാടിയാലോ. ഹായ്, നല്ല സുഖം. അപ്പോൾ ഈ ഒരു പണി അധികം ബുദ്ധിമുട്ടുള്ളതൊന്നല്ല കേട്ടോ. കുറച്ച് വെള്ളാരം കല്ല് തൊടിയിലൊക്കെ പോയി പെറുക്കിക്കൊണ്ടുവരിക, ഇതേപോലെ എവിടെയെങ്കിലും വെച്ചൊന്ന് ഇടിക്കുക, എന്നിട്ട് കത്തി എടുത്തുകൊണ്ട് വരിക, മൂർച്ചം കൂട്ടുക. ആദ്യത്തെ കത്തി നോക്കണ്ട, അത് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളോളം മുന്നുള്ള കത്തിയായിട്ടാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിക്ക് അത്രയൊന്നും റിസ്ക് ഉണ്ടാവില്ല നമുക്ക് നന്നാക്കാൻ.
അപ്പോൾ എല്ലാവരും ചെയ്യട്ടോ. ടാറ്റാ.